വിഷ്ണു, ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, കേന്ദ്രമന്ത്രിമാർ റീൽസ് ഇട്ട് തുടങ്ങണം. അതായത് കേന്ദ്രമന്ത്രിമാർ ഇനി റീൽസോളികളാകണം എന്നാണ്. ഈ യുവാക്കളെ സ്വാധീനിക്കാനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാകാനാണ് നരേന്ദ്രമോദിയുടെ ഒരു നിർദ്ദേശം. എന്തിനെ നമുക്കിങ്ങനെ നോക്കിക്കാണാം? എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാജ്യത്ത് ആകമാനം ഒരു വലിയ പ്രതിഷേധം തന്നെ നടക്കുകയാണ്. അപ്പോൾ ആ പ്രതിഷേധം കൊണ്ടൊരു ഉപകാരമുണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ആ 56 ഇഞ്ച് ശരീരമുണ്ടല്ലോ, അത് രാത്രി പേടിച്ച് വിറച്ച്, രാത്രി ഉറക്കം കളഞ്ഞ് രാത്രി പേടിച്ച് വിറച്ച് ഓൺലൈൻ ലൈവായിട്ട് വരണമെങ്കിൽ ഒരു പ്രതീക്ഷ നമ്മൾ വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ട്. പുതിയൊരു എന്തെങ്കിലും നടക്കുമെന്നോ, അല്ലെങ്കിൽ അവരുടെ നിലം തൊടിയിക്കാൻ അവർക്ക് പറ്റി എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്, മന്ത്രിമാരെല്ലാം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം. ആരെയും പറയുന്നേ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണമെന്ന് പറയാണ്ട് കഴിഞ്ഞ ദിവസം ലൈവ് വന്നപ്പോൾ തന്നെ പറയുന്നത് എന്താ, ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നത്. ഫ്രണ്ട്സ് അത് ഭയങ്കര ട്രോളായിട്ടുണ്ട് ഇപ്പോൾ. ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു എന്ത് സിമ്പിളായിട്ട് പുള്ളി സംസാരിക്കുന്നല്ലേ. അപ്പൊ പ്രതിഷേധം ഉയരുമ്പോൾ ഒരു ഭരണാധികാരി വരും അല്ലെ, ആ ഭരണാധികാരിക്ക് അവിടെ മോദിയെ വരെ രാത്രിയുടെ ഉറക്കം കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയൊരു പോയിന്റ് തന്നെയാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ മന്ത്രിമാരൊക്കെ ആക്റ്റീവ് ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ആക്റ്റീവ്നെസ് തന്നെ മതിയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ ഒരു റീലുകളിട്ട് എങ്ങനെയാണ് യുവാക്കളെ മാത്രം ആകർഷിക്കുന്നത്? അപ്പോൾ ഒരുപാട് ആളുകളുണ്ടല്ലോ, യുവാക്കളെ ആകർഷിക്കാൻ റീലുകൾ മാത്രം മതിയോ എന്നുള്ളത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതില് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ കൊണ്ടൊന്നും എല്ലാം നമുക്ക് മാറ്റി മറിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയ മാത്രം വിശ്വസിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾ ഇങ്ങനെ പങ്കുവെച്ചു, സോഷ്യൽ മീഡിയയിൽ ആൾ ഇതാണ് ആളുടെ പ്രതികരണം, അപ്പോൾ ഇയാൾക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് ആരെങ്കിലും ഒക്കെ വിചാരിച്ചാൽ ഒരുപക്ഷെ അതൊരു വോട്ട് മറിക്കാനുള്ള ഒരു ശ്രമമായിട്ട് മാറും. ആ ഒരു രീതിയായിരിക്കാം ചിലപ്പോൾ നരേന്ദ്രമോദിയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം ആള് ഒന്നുമില്ലാണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും പറയില്ലല്ലോ. യുവാക്കളെ പക്ഷേ പെട്ടെന്നൊന്നും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വെറുതെ ഒരു വാർത്ത പടച്ചിട്ടുകൊണ്ടൊന്നും രാജ്യത്തെ യുവാക്കൾ പ്രത്യേകിച്ച് BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്ന് ഒരു ധാരണയും എനിക്കില്ല. കുറച്ചുകൂടെ വസ്തുത നിരത്തിക്കൊണ്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നവരാണ് രാജ്യത്തെ യുവാക്കൾ എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടും എന്നാൽ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെട്ടു. പക്ഷേ ആളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിക്കുക, എല്ലാം ആക്റ്റീവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അതുപോലെ സ്മൃതി ഇറാനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആളും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അഖിൽ മാരാർ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. ആള് പരാജയപ്പെട്ടില്ലേ? അതുപോലെ കുറേ ആളുകൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്, അപ്ഡേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ പരാജയം നേരിട്ടു. അവരൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മൾ പരാജയപ്പെട്ടവരെ മാത്രം ഫോക്കസ് ചെയ്യാതെ ജയിച്ചവരും അവിടെ ഉണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ, ഷാഫിയുടെ പോയിന്റ് നോക്കുകയാണെങ്കിൽ നല്ല PR ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആള് വരെ അവിടെ വിജയിച്ചിട്ടുണ്ട്, ഷാഫി പറമ്പിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കി കാണണം. അപ്പോൾ ഇവിടെ അതാണ് ഒരു വിഭാഗം ചിലപ്പോൾ ഇതിനെ വളരെ പോസിറ്റീവായി കാണാം, ഇവർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് വെക്കാം. അതാണ് ഇവിടെ വന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഓൺലൈനായിട്ട് മൊബൈൽ ഓണാക്കി അവർ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ മാത്രം നോക്കിക്കണ്ട് അതുപോലെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അത് അങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നൊരു ഇതാണോ? അല്ലെങ്കിൽ ശരിയാണ്, ഓൺലൈൻ മീഡിയയിലും സജീവമായിരിക്കണം, യൂത്തിനെ കയ്യിലെടുക്കാനൊക്കെ വേണം, അത് നല്ല കാര്യമാണ്. പക്ഷേ ഒരു പൊതുമധ്യത്തിൽ വന്ന് സംസാരിക്കാതെ എങ്ങനെയാണ്, അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളിൽ നേരിട്ട് വന്ന് സംസാരിക്കാതെ ഓൺലൈൻ മീഡിയാസുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുക എന്ന് പറയുന്നത്, അത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നരേന്ദ്രമോദിയെ കണക്കിലെടുത്താൽ തന്നെ ആള് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരാളല്ല. നമ്മൾ നിരന്തരം പറയാറുണ്ട്, മാധ്യമങ്ങൾക്ക് മുന്നിൽ നമുക്ക് നരേന്ദ്രമോദിയെ കാണാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ സെറ്റ് ഓഫ് പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻസുമായിട്ട്
മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ടാവും. അതിൽ പെയ്ഡായിട്ടായിരിക്കും പലതുമൊക്കെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പല പ്രസ് മീറ്റുകളും കാര്യങ്ങളും. അല്ലാതെ സ്വതന്ത്രമായിട്ടൊരു മാധ്യമ പ്രവർത്തകനെ ചോദ്യം ചോദിക്കാനുള്ള അവകാശം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇല്ല. അപ്പോൾ എക്സിലൂടെ മാത്രം പ്രതികരിക്കുന്ന ഒരു നരേന്ദ്രമോദി, അതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കരൺ താപ്പറിൻ്റെ, നമ്മളുടെ ജേർണലിസ്റ്റ്, ഫേമസ് ജേർണലിസ്റ്റ് ആണ് ഇന്ത്യയുടെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് മോദി ഇറങ്ങിപ്പോയതാണ്. അതെ, ചോദ്യം ഭയന്ന്, കാരണം വെള്ളം കുടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ, പിന്നെ വന്നിട്ടില്ല. അപ്പോൾ അതാണ് എന്താ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പൊ അത്തരം ഒരാളാണ് ഈ വന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം, മന്ത്രിമാരെല്ലാം ആക്റ്റീവ് ആവണം എന്നൊക്കെ പറയുന്നത്. ഇതില് പറയുന്നത് റീൽസുകൾ ഇടണം, കേന്ദ്രമന്ത്രിമാർ റീൽസും തുടങ്ങണം എന്നാ. അപ്പോൾ കുറെ കമന്റുകളൊക്കെ കാണാം, ഇനി റീൽസോളിയായി കേന്ദ്രമന്ത്രി എന്നൊക്കെ. നമുക്കിനി കാണാൻ പറ്റും ചിലപ്പോൾ ഒരു മന്ത്രിയുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വി.ഡി. സതീശൻ ഇപ്പൊ പൂക്കി വൈബ് ഉണ്ടല്ലോ, അത് പിടിച്ച് ഇവരത് തന്നെയാണോ അനുകരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ടാണോ, എനിക്ക് ഇവരാരെങ്കിലും ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും വി.ഡി. സതീശൻ അങ്ങനെ കണ്ണടച്ച് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങളും കാണിക്കണമെങ്കിൽ നിങ്ങളും കയറി വരും എന്നുള്ള സാധനമൊക്കെയാണ് ഇവർ. എന്തായാലും ചിലപ്പോൾ ഇനി കേന്ദ്രമന്ത്രിയുടെ വാട്ടേറ്റിനിടെയും ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ അതാണല്ലോ യുവാക്കൾക്കിടയില് അങ്ങനെയുള്ള. പോരാത്തതിന് എനിക്ക് തോന്നുന്നൊരു വേറൊരു കണ്ടന്റ് ഐഡിയ ആണ്, നിർമ്മല സീതാരാമന് ഡ്രസ്സ്, അതായത് സാരി ഭയങ്കരമായിട്ട് കളക്ഷൻ ഉള്ളതാണ്. അപ്പൊ സാരി കളക്ഷൻ ഒക്കെ, സാരി ഹോൾ വീഡിയോ ഒക്കെ കാണിക്കുക, ചിലപ്പോ യുവാക്കൾക്കിടയിൽ ഒരു തരംഗമാകും ഏതൊക്കെ സാരിയാണ് കാണാൻ. അപ്പൊ ഇത് വലിയൊരു പ്രശ്നത്തിലേക്കൂടെ വരും. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം എന്ന് ഇവർ പറയുമ്പോഴും, മന്ത്രിമാരൊക്കെ ആക്റ്റീവ് ആവണം എന്ന് പറയുമ്പോഴും, ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് ഒരു ചോദ്യം ചോദിക്കാൻ ഭയക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ലാത്തൊരു സമൂഹമാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു പുതുതലമുറ എന്ന് പറയുന്നത് പൊതുവെ രാഷ്ട്രീയത്തിൽ അധികം താല്പര്യമില്ലാത്ത ഒരു സമൂഹമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മതി. ഇപ്പോൾ അവരുടെ പുതിയ സാരികൾ, അല്ലെങ്കിൽ പുതിയ വസ്ത്രം, എന്താണ് ഇപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രി ഒരു പൂക്കി ചിരിയിരിച്ചാൽ ചിലപ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവർ മറക്കും, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മറക്കും, എല്ലാം അഴിമതിയും അരാജകത്വവും സ്വജനപക്ഷപാതവും ഒക്കെ അവിടെ ഇല്ലാതായി. ഇന്നത്തെ പുതുതലമുറയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവരത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് അങ്ങനെ വലിയ എന്താ, ഇപ്പൊ പ്രധാനമായിട്ടും നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന റിയൽ ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ് എന്നൊക്കെ. അപ്പോൾ ഒരു കപടമുഖം ഇതിലൂടെ പ്രകടമാകും ഉറപ്പായിട്ടും. പല സോഷ്യൽ മീഡിയ മാത്രം, ഇപ്പോൾ വാർത്തകൾക്കാണെങ്കിൽ കൂടെ സോഷ്യൽ മീഡിയ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അപ്പോൾ ഇവർ കാണുന്നത് എന്താ, ഒരു റിയൽ ലൈഫാണ് എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത, ഇപ്പോൾ ശരിക്കുമുള്ള സംഭവം കൃത്യമായി വെട്ടിച്ചുരുക്കി എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി അപ്ലോഡ് ചെയ്യുന്ന ഒരു സാധനമല്ലേ ഇവർ കാണുന്നത്. അതെ അല്ലെ, അല്ലാതെ റിയൽ ലൈഫ് തന്നെയാണോ അവർ കാണിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ വെട്ടിച്ചുരുക്കി അവരത്രയും പുറമേ നല്ല ഭംഗിയാക്കി എല്ലാം അവർ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായ ഒരു ചട്ടക്കൂട് നിയന്ത്രിച്ചുകൊണ്ട് അവർ അവതരിപ്പിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു സാധനമല്ല നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ലേ നമ്മൾ കാണുന്നത് അവിടെ. അപ്പം ഇതിനെങ്ങനെയാണ് നമുക്ക് എന്താ, അത് കണ്ട് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരുടെ അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് കൊള്ളാം, അവർ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് വിമർശിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നത്? അത് ഇനി എങ്ങനെയാണ് ഇതിനെ ഒരു പ്രാവർത്തികമാക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് സംശയമാണ്. ഇപ്പോൾ ചോദ്യോത്തര സെഷനും ഡിജിറ്റൽ ഉള്ളടക്കങ്ങളൊക്കെ പങ്കുവെക്കണം എന്നാണ് നരേന്ദ്രമോദി മറ്റ് കേന്ദ്രമന്ത്രിമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. വാട്ടയിറ്റിൻ്റെ ഡേ ആണോ, ഡേ ഇൻ മൈ ലൈഫ് ആണോ, അതോ ഇനി വരാൻ പോകുന്നത് പല കാര്യങ്ങളായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. എന്തായിരിക്കും ഇനി യുവാക്കളെ സ്വാധീനിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് അവർ യുവാക്കളുമായിട്ടൊന്ന് അകന്ന് നിൽക്കുവാണ്. രാജ്യത്ത് വലിയ യുവാക്കൾക്കിടയിലൊരു അൺസാറ്റിസ്ഫൈഡ് അല്ലാത്തൊരവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കാണാം ഓരോ മന്ത്രിമാരുടെയൊക്കെ. ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഇതൊന്നും കൊണ്ട് ഇന്ത്യയിലെ യുവാക്കളെ ഒന്നും പൂർണ്ണമായിട്ടും അവർക്ക് കൈവശപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ അവർ ശ്രമിക്കുമായിരിക്കും. ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ റെയിൽവേ മന്ത്രി ചില റീലുകളിലൊക്കെ കാണാമല്ലോ, ഞാൻ ഇന്ന് മെട്രോയിൽ കയറി, മെട്രോയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാമല്ലോ. പക്ഷെ അത്തരം നടപടികളൊന്നും എടുത്താലും ഇപ്പോൾ യുവാക്കളെ എത്രത്തോളം കയ്യിലെടുക്കാൻ അവർ ശ്രമിക്കുന്നു എന്നറിയില്ല. പക്ഷെ അത് പൂർണ്ണമായും സക്സസ് ആവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് എന്തായാലും കണ്ടുവരാം എന്താണ് മോദി കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മന്ത്രിമാർ എന്താണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം.